ഹലോ എവരി വൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ ഡെപ്തായിട്ടുള്ള ഫിലോസഫികളിലോട്ടാണ് നമ്മൾ കടന്നത്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് ഇവിടെ ഉണ്ടായി അനിൽകുമാർ സാറിനൊപ്പം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് നമ്മുടെ ഈ പ്രാക്ടിക്കൽ ലൈഫിലോട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. മെയിൻലി സെൽഫ് ഡെവലപ്മെൻറ്റ് സ്പേസിൽ ഉള്ള യൂട്യൂബേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, സെൽഫ് ഡിസിപ്ലിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൊരു കാര്യം. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു ഡിസ്കസ്. ആം ഐ റൈറ്റ്? ബിക്കോസ് നമുക്ക് ഡെയിലി ലൈഫിൽ അത് അത്യാവശ്യമാണ്. കാരണം അനിൽ ഭായ്, നമ്മൾ ലൈഫിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വാല്യുബിളായിട്ടുള്ള പല കാര്യങ്ങളും, വാല്യുബിളായിട്ടുള്ള പല അച്ചീവ്മെൻറ്റ്സ് ഓർ ലൈക്ക് നമ്മൾക്ക് എത്തിച്ചേരേണ്ട ഓരോ ഇടങ്ങളായാലും അതിന് ആവശ്യമായിട്ടുള്ളൊരു പ്രോസസ്സ് എന്നത് നമ്മൾ കുറച്ച് ഡിസ്കംഫേർട്ടിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. പല ഹാർഡായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. പല ഹാബിറ്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. അതൊക്കെ നമ്മളെ ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരേണ്ട കാര്യങ്ങളായിരിക്കും. നമ്മൾ ഓൾഡ് ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നേടാനോ അച്ചീവ് ചെയ്യാനോ പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ ഒരു ഓൾഡ് പേഴ്സൺ ആയിട്ട് തന്നെ തുടരും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യൻ്റെ ഒരു നേച്ചർ എന്നുള്ളത് സൈക്കോളജി ആയാലും ബയോളജിക്കലി ആയാലും മനുഷ്യർ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നവരാണ്. പെട്ടെന്ന് നമ്മളുടെ സിസ്റ്റത്തിലൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ, പുതിയ ഹാബിറ്റ്സിലൂടെയോ അല്ലെങ്കിൽ പുതിയ പ്രവർത്തികളിലൂടെയൊക്കെ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യും. നമ്മളുടെ ഓൺ ഹ്യൂമൻ സിസ്റ്റം അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം എന്നുള്ള കാര്യം പോസിബിൾ ആവുക എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള പ്രോസസ്സായിരിക്കും. യെസ്, ചിലവർക്ക് നാച്ചുറലി ചിലവർ ഭയങ്കര അധികം സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, നല്ല വിൽ പവറൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ബട്ട് കോമൺലി എല്ലാവർക്കും അത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ഒരു ഭയങ്കര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പല ഹാബിറ്റ്സും ഞാൻ ഈ വർഷം മുതൽ ചെയ്യും എന്നുള്ള ഒരു ഡിസിഷനൊക്കെ എടുക്കും. ബട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ബാക്കിലോട്ട് വരും. ഞാനായാലും പേഴ്സണലി കുറച്ച് ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പല ഇടങ്ങളിലും. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. പുതിയ മാറ്റങ്ങളിലോട്ട് കൊണ്ടുവരിക, ആ ഒരു റിസൾട്ടിലോട്ട് നമ്മൾ മെല്ലെ മെല്ലെ എത്തിച്ചേരുക എന്നുള്ളത് കോമൺലി എല്ലാവരും അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ നോർമലി പൊതുവൊരു ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആളുകൾ കുറേ യൂട്യൂബിലും മറ്റെവിടെയൊക്കെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കാൻ. ബട്ട് ആ ഒരു മോട്ടിവേഷൻ, ഇനീഷ്യലി ഉണ്ടാകുന്ന ആ ഒരു മോട്ടിവേഷൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആയിട്ട് വന്ന് ബാക്ക് ടു ദ ഓൾഡ് പേഴ്സണാലിറ്റി. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രോബ്ലത്തിന് എങ്ങനെയാണ് നമ്മളിവിടെ അപ്രോച്ച് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി ആ ഒരു ഡിസ്കംഫേർട്ടിനെ എംബ്രേസ് ചെയ്യാൻ പറ്റുക, ആൻഡ് ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് ബാക്കിലോട്ട് വരാതെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുക? ഇതിൽ ആദ്യം നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ സംഘർഷം അനുഭവിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുക പോസിബിൾ അല്ല. കാരണം ഈച്ച് ട്രാൻസ്ഫോർമേഷൻസ് ആർ സ്ട്രെസ്ഫുൾ. അങ്ങനെ ആയിരിക്കും അത്. നാച്ചുറലി നമ്മൾക്കത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളുടെ ഒരു ട്യൂണിങ് ഉണ്ട്. നമ്മളുടെ ബോഡി, നമ്മളുടെ ഓരോ കോശങ്ങളും, നമ്മളുടെ മസ്തിഷ്കവും ന്യൂറോൺസ് എല്ലാം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു പുഴ എങ്ങനെയാണോ ഒഴുക്ക് എങ്ങോട്ടാണ് ഒഴുകുക, എവിടേക്കാണോ സ്ലോപ്പ് അവിടേക്കാണോ ഒഴുകുക, അല്ലേ? നാച്ചുറലാണത്. പുഴയെ നമുക്ക് തിരിച്ചൊഴുക്കാൻ പറ്റും? ഇല്ലല്ലോ. ഇതുപോലെ നമ്മൾ നിരന്തരം കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ട്യൂണിങ് ഉണ്ട്. ഈ ട്യൂണിങ്ങിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഹെവി ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. നമ്മളുടെ ശ്രമത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് അതിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി സൃഷ്ടിക്കപ്പെടുക. ആൻറ്റി ഗ്രാവിറ്റി എന്ന് ഞാൻ അവിടെ ഒരു ആലങ്കാരികമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളെ മറ്റതിലേക്ക് പിടിച്ചു വലിക്കുന്ന. ഇവിടെ ഒരു യൂണിവേഴ്സൽ ലോ വരുന്നുണ്ട്, ദ ലോ ഓഫ് എൻട്രോപ്പി. അത് നമുക്ക് എടുക്കാം, ഡിസ്കഷൻ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിലാണെങ്കിലും പേഴ്സണലി ഞാൻ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാനും അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് എന്താ കുഴപ്പം എന്നൊരു ചിന്തയുണ്ടെന്ന് മാത്രം. അവനവനെ പേഴ്സണലി പല കാര്യത്തിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് അവേഴ്സ് നമ്മൾ വർക്കിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞ് ഒരു മുറിക്കകത്തിരിക്കുന്നൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാനിങ്ങനെ പുറത്ത് പ്രകൃതിയുടെ കൂടെയൊക്കെ ഇടപഴകി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ബട്ട് ഞാൻ ഇരിക്കേണ്ടി വരുന്നുണ്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടാണ്.
ഞാനങ്ങനെ ഒരു സ്റ്റുഡിയോയ്ക്കകത്തും ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുള്ളൂ. ഏതെങ്കിലും തെങ്ങും തോപ്പിൽ പോയിരുന്നത് നടക്കില്ലല്ലോ. പക്ഷേ അത് ഗുണമുള്ളത് കൊണ്ട് അത് ആ സംഘർഷത്തെ നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കുകയാണ്. നോ പ്രോബ്ലം, നടന്നോട്ടെ എന്നുള്ളത്. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനൊരു ഇഴഞ്ഞു പോകുന്ന അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തെ ഇൻസ്പയർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആരെയാണെന്നറിയോ? എന്നെ തന്നെയാണ്. എൻ്റെ ഏത് പ്രായത്തെ അറിയോ? എൻ്റെ ആദ്യത്തെ ആ 2-3 വർഷത്തിനെ. ആദ്യത്തെ 2-3 വർഷത്തിന് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് 3 വയസ്സ് വരെയുള്ള ഞാൻ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഊഹിച്ചു നോക്കും. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടേ, ഞാൻ ഈ മലർന്ന് കിടന്നിരുന്ന ഞാൻ കവിഴുന്നത് എത്ര സംഘർഷങ്ങൾ സഹിച്ചിട്ടായിരിക്കും. ഞാൻ ഗർഭാശയത്തിനകത്തു നിന്ന് പുറത്ത് വന്നപ്പോൾ ആദ്യമായി ശ്വസിച്ചതും ആദ്യമായിട്ട് വായിലൂടെ എനിക്ക് ഭക്ഷണം തന്നപ്പോൾ ഞാൻ അത് പാല് കുടിച്ചതും ആദ്യമായിട്ട് ആ ഗർഭപാത്രത്തിനകത്തെ ചൂട് വിട്ടിട്ട് ഞാൻ ഈ പുറത്തുള്ള ചൂടിലേക്ക് ഒന്ന് സെറ്റായതൊക്കെ എത്ര സംഘർഷം സഹിച്ചിട്ടായിരിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, ജനനമേ എനിക്കൊരു സംഘർഷമായിരുന്നില്ലേ. ഞാൻ ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് സെറ്റാവാനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമയം എടുത്തിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഞാൻ ഒരുപാട് സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. ആ സംഘർഷം എനിക്കൊരു കുഴപ്പമായിരുന്നോ? നാച്ചുറലായിരുന്നു, ഞാനത് സ്വീകരിച്ചു. മലർന്ന് കിടന്നിരുന്ന ഞാൻ കവിഴുന്നതും അങ്ങനെയായിരുന്നു. അവിടെ ഒരു മത്സരമാണ്, ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനുള്ള മത്സരം. അതിനു മുൻപ് തന്നെ ചിന്തിച്ചു നോക്കുക, കോടിക്കണക്കിന് ബീജങ്ങൾ ഒരു ഒളിമ്പിക്സ് ഓട്ടം നടത്തിയതാണ് ആ ഓവത്തിലേക്ക്. അതിൽ എത്രയോ ബീജങ്ങളെ പിന്നിലാക്കി ഓടി മുന്നിലെത്തിയ ബീജമാണ് ഇന്ന് ഈ ഇരിക്കുന്നത്. അതാണ് അവിടെ മീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ വലിയൊരു സ്ട്രഗിൾ, വലിയൊരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഓട്ടമാണ് അത്. അതൊരു ബയോളജിക്കൽ പ്രോസസ്സ് ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മത്സര ഓട്ടത്തിൽ ജയിച്ചവരാണ് ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യനും. കോടിക്കണക്കിന് പേരെ തോൽപ്പിച്ച് ഫ്രണ്ടിലെത്തിയ ആളാണ്. അപ്പം നമ്മൾ ജന്മനാ തന്നെ ജേതാക്കളാണെന്നുള്ളതാണ് അവിടെ സത്യം. ഇത് എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ജനിച്ചുവെങ്കിൽ ഞാനൊരു ജേതാവാണ്. അതും ഒരു ഓട്ട മത്സരം എന്നൊക്കെ പറയുമ്പോൾ കോടിക്കണക്കിന് പേരെ ഓടിച്ചു തോൽപ്പിക്കേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ജനിച്ചവരൊക്കെ ജേതാക്കളാണ്. ഇതെന്നെ വളരെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, മലർന്നു കിടന്നിരുന്ന ഞാൻ കവിഴുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും. കവിഴുന്ന് കിടന്നിരുന്ന ഞാൻ മുട്ടിലഴയാൻ തുടങ്ങിയത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും. എത്ര പെയിൻ ആ കുഞ്ഞു മുട്ട് നിലത്തൊരയുമ്പോൾ എത്ര മുറിവുകൾ എനിക്കുണ്ടായിട്ടുണ്ടോ, എത്ര ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ആ ഞാൻ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങിയ പ്രായത്തിൽ എത്ര തവണ ഞാൻ വീണിട്ടുണ്ടാവും. 1-2 അല്ല, 100 കണക്കിന് തവണ ഞാൻ വീണിട്ടുണ്ടാവും. എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്, എൻ്റെ കൈമുട്ടും കാൽമുട്ടും മുഴുവനും മുറിവുകളായിരിക്കും എപ്പോഴും. കാരണം കുറുമ്പ് കൂടുതലായിരുന്നു ചെറുപ്പത്തിൽ. ഈ എഴുന്നേറ്റൊക്കെ നടക്കാറാവുമ്പോഴേക്കും എഴുന്നേറ്റോടാൻ തുടങ്ങിയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, ഞാൻ എൻ്റെ കാര്യം പറയുന്നു മാത്രം. ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഓരോ കാര്യവും എനിക്കൊരു സ്ട്രഗിളായിരുന്നു. ബട്ട് എനിക്കതൊരു കുഴപ്പമില്ലായിരുന്നു. അത് രണ്ട് വാക്കാ. എനിക്കതൊരു സ്ട്രഗിളായിരുന്നു, ബട്ട് എനിക്കത് കുഴപ്പമില്ലായിരുന്നു. ആ ഒരു സ്ട്രഗിളിനെ ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. അത് നാച്ചുറലായിരുന്നു. അതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ABCD ഒക്കെ പഠിച്ചത്, ആ ഈ പഠിച്ചത്, 1, 2 എന്നൊക്കെ പഠിച്ചത്, ഓരോ കാര്യങ്ങളും ഈ മനുഷ്യൻ്റെ ലോകത്തിൽ മനുഷ്യനുണ്ടാക്കി വെച്ച സകലതും എന്നെ പഠിപ്പിക്കണമല്ലോ അവർക്ക്. സംസാരിക്കാൻ പഠിച്ചത്, സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പഠിച്ചത്, വസ്ത്രമണിയാൻ പഠിച്ചത്, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിച്ചത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു 2-3 വർഷം കംപ്ലീറ്റ് സ്ട്രഗിളിലായിരുന്നു. ഓരോന്നും ഓരോ ദിവസവും പഠിക്കുകയാണ് നമ്മൾ. എല്ലാ മനുഷ്യനും അങ്ങനെയായിരുന്നു. ഇത് ചിന്തിച്ചാൽ എനിക്ക് തോന്നൽ എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഭയങ്കര അലസനാണെന്നാണ്. അന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഒരു മൊമെൻ്റ് ഇല്ലാതെ നമ്മൾ പുതിയ ഇൻവെൻഷനിലാണ്, പുതിയ സ്ട്രഗിളിലാണ്, കംഫർട്ട് സോൺ ബ്രേക്ക് ആയിട്ടുള്ള പുതിയ പോക്കിലാണ്. അഥവാ മുട്ടിലെഴിയുന്ന പ്രായത്തിൽ എനിക്ക് തോന്നിയെങ്കിലും അത്യാവശ്യമൊക്കെ ആയി, ഇങ്ങനെയൊക്കെ മതി, മൂവ് ചെയ്യാറായല്ലോ എന്ന് ഞാൻ തോന്നിയിരുന്നെങ്കിൽ കഴിഞ്ഞു. അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. ഓരോ മൊമെൻറ്റിലും ഗ്രോത്ത് മെൻറ്റാലിറ്റി നാച്ചുറലാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമുക്ക് ആരെങ്കിലും അന്ന് മോട്ടിവേഷൻ തന്നിട്ടുണ്ടോ? ആരെങ്കിലും നമുക്ക് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളോ ക്ലാസ്സുകളോ തന്നിട്ടുണ്ടോ? നമ്മളിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഒരു ജീവിയിൽ നാച്ചുറലി
ആ ജീവിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്തിരുന്നു. വളർന്നു വന്നപ്പോൾ എന്താ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പിനെസ് ഡിസ്കഷൻ ചെയ്തപ്പോഴും ഇതേ ഒരു ടോപ്പിക് എടുത്തിരുന്നു. നമ്മൾക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, നമ്മൾ കളഞ്ഞതാണ്. അതുപോലെ നമ്മൾ ഇൻസ്പിറേഷൻ ഉള്ളവരായിരുന്നു, നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു. ഒരു പേപ്പർ കഷ്ണം കിട്ടിയാൽ പോലും നമുക്ക് അതിൽ ഒരുപാട് നേരം എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ടാവും, അതിനെ പിച്ച് പൊളിച്ച് പഠിക്കാനുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ബട്ട് നമ്മളിങ്ങനെ വളർന്നു വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കഷൻ ചെയ്ത പോലെ ഒരു ഫാൻറ്റസിക് ആയിട്ടുള്ള വേൾഡിലേക്ക് നമ്മുടെ മൈൻഡിനെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള പല എബിലിറ്റീസും നഷ്ടമായിക്കൊണ്ടിരിക്കും. ഇതിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ മലയാളം സംസാരിക്കുന്ന മലയാളികൾ ആരുമില്ലാത്തൊരു നാട്ടിൽ പോയിട്ട് കുറേ കാലം ജീവിക്കേണ്ടി വന്നാൽ നമുക്ക് മലയാളം സംസാരിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി കുറയും. അപ്പോൾ ഗ്രാജ്വലി നമ്മുടെ മലയാളം സംസാരിക്കുവാനുള്ള ശേഷി കുറയാൻ തുടങ്ങും. ഇതുപോലെയാണ് നമ്മൾ മറ്റു മനുഷ്യരുടെ കൂടെ ചേർന്ന് പല ബിലീഫ് സിസ്റ്റംസും പലതരത്തിലുള്ള ഫാൻറ്റസികളിലും മുഴുകിയിട്ട് നമ്മുടെ ഇൻഹറൻറ്റ് എബിലിറ്റിയെക്കുറിച്ചിട്ട് അവബോധമില്ലാത്തവരായി മാറി എന്നുള്ളതാണ്. ഞാൻ നൽകാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ, നിങ്ങൾ ആരെയും റോൾ മോഡലാക്കാതെ സ്വന്തം കുട്ടിക്കാലത്തെ ഒന്ന് റോൾ മോഡലാക്കി നോക്കൂ. കാരണം അത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധി അങ്ങനെ വലിയ ആൾക്കാരെയൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട്, ഇലോൺ മസ്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അത് അവരാണ്, അവരുടെ സിറ്റുവേഷൻ വേറെയാണ്, അവരുടെ വിൽ പവർ വേറെയാണ്. ബട്ട് നമുക്ക് നമ്മുടെ തന്നെ കുട്ടിക്കാലം ഒന്ന് ഊഹിച്ചു നോക്കിയാൽ അത് നമ്മൾ തന്നെയാണല്ലോ, നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആരും ഇൻസ്പിറേഷൻ ഇല്ലാത്തവരും ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആ ഒരു സെൽഫ് പ്രോഗ്രസ്സും ഒന്നും അറിയാത്ത ആരും ഇന്ന് ഇവിടെ ഒന്നും ജീവിക്കുന്നുണ്ടാവില്ല. അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഇപ്പോഴും അവിടെ കിടക്കുകയായിരിക്കും. ആ ഒരു ഗ്രോത്ത് പ്രോസസ്സിൽ അത് നടക്കുന്നുണ്ടാവില്ല, അവരവിടെ സ്റ്റോപ്പ് ചെയ്താന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും അവരിന്നും ബെഡിൽ മലർന്ന് കിടക്കുകയായിരിക്കും. അവർ കവിഴുന്നെങ്കിൽ, അവർ ഇഴഞ്ഞെങ്കിൽ, അവർ നടന്നെങ്കിൽ അവർക്ക് ഈ ടെക്നിക്ക് അറിയാം എന്നുള്ളതാണ്. പലരും, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, എല്ലാവരും ജീവിതത്തിന് വേണ്ട പലതും ഇങ്ങനെ തേടുവാണ്, ആരിൽ നിന്ന് കിട്ടും എന്ന്. എന്നിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ അവഗണിക്കുന്നുണ്ട്. ഹാപ്പിനെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മളുടെ ഇൻഹെറൻറ്റ് നേച്ചറായിരുന്നു അത് നമ്മളിപ്പോൾ മറന്നുപോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇൻസ്പിറേഷനും, നമ്മളുടെ ഇൻഹെറൻറ്റ് നേച്ചറാണ് ഇൻസ്പിറേഷൻ. ബട്ട് നമ്മളത് മറന്നുപോയിട്ട് ഇനിയിപ്പോൾ ആരോ എന്നെ ഇൻസ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ ഞാൻ ഉപയോഗിക്കുന്നൊരു ടെക്നിക്ക്. എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ കുട്ടിക്കാലത്തെ ഓർമ്മിച്ച് മോട്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, അതിൽ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എന്താണ് നമുക്ക് ഈ യൂട്യൂബ് വീഡിയോസും മറ്റും കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര യൂട്യൂബ് വീഡിയോസ് കാണുന്നു പക്ഷേ എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നൊക്കെ. ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് മാറ്റം ഉണ്ടാകുമോ? അതാണ് ഒരു മാറ്റത്തിൻ്റെ പ്രോസസ്സ്. എന്താണ് ശരിക്കും? നമ്മൾ ആദ്യം ആ ഒരു ഇൻഫർമേഷൻസ് എടുത്ത് അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങണം. അതിന് വേണ്ട ആക്ഷൻസ് എടുത്ത് തുടങ്ങേണ്ടതായിട്ടുണ്ടാവും. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് നമ്മളുടെ ഒരു ഓൾഡ് ഇതിൽ നിന്നും കംഫർട്ടിൽ നിന്നും മാറിയിട്ട് നമ്മൾ ആ ഒരു അൺകംഫർട്ടബിൾ ആയുള്ള പ്രോസസ്സിലൂടെ പോവേണ്ടതായിട്ടുണ്ടാവും. അത് പിന്നെ ഒരു ഹാബിറ്റ് ആവേണ്ടതായിട്ടുണ്ടാവും, ഒരു ലോങ് പ്രോസസ്സിലൂടെ. അപ്പോഴാണ് ആ ഒരു ഇതിന് 3 സ്റ്റേജസ് ഞാൻ പറയാറുണ്ട്: ശ്രവണം, മനനം, ആചരണം. ശ്രവണം, മനനം, ആചരണം. ഈ 3 സ്റ്റേജസിലൂടെ കടന്നു പോകാത്ത ഒരറിവും നിങ്ങളുടെ അറിവായി മാറില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു തന്നാലും അത് എൻ്റെ അറിവായി നിൽക്കും. അനിൽകുമാർ PC പറഞ്ഞ കാര്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നിൻ്റെ അറിവാകണമെങ്കിൽ, ഇപ്പോൾ എനിക്കിതെങ്ങനെയാണ് ഈ അറിവുണ്ടായത്? ശ്രവണം, മനനം, ആചരണം. അങ്ങനെ തന്നെയാണ്. കുറേയൊക്കെ ഇൻറ്റ്യൂട്ടീവായിട്ടും വരുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു വേർഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക. അതായത് എൻ്റെ കയ്യിൽ ഇന്നുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ, അറിവുകൾ അറിയുന്ന ആളുകളിൽ നിന്ന് കേൾക്കുക. അറിവ് ഇങ്ങനെ പകർന്ന് പന്തം കൊളുത്തി പകരുന്ന പോലെയാണത്. അഗ്നി പകരുന്ന പോലെയാണ് അറിവ്. അത് ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. നമുക്ക് ആവശ്യമുള്ള മുഴുവൻ അറിവും ആരിൽ നിന്നും കിട്ടുമൊന്നുമില്ല. അവർ പറയുന്ന പലതിൽ നിന്നും പലതും നമുക്ക് കിട്ടും. ബാക്കി ഫില്ല് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മുടെ വെർഷനാവും. അപ്പോൾ ശ്രവണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മൊയ്തീൻ കേൾക്കുമ്പോൾ മൊയ്തീൻ്റെ ശ്രവണം നടക്കുകയാണ്. ഞാൻ പറയുന്നു, മൊയ്തീൻ കേൾക്കുന്നു. ഇനി മൊയ്തീൻ ഒരിടത്ത് ഒഴിഞ്ഞു പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മൊയ്തീൻ തന്നെ പറയുന്നു ഉള്ളിൽ. അപ്പോൾ അത് മനനം നടക്കുകയാണ്. ഞാൻ മൊയ്തീനെ ടീച്ച് ചെയ്തതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി മൊയ്തീൻ തന്നെ മൊയ്തീനെ ടീച്ച് ചെയ്യുമ്പോൾ
മനനം മനനം ഞാൻ ചെയ്തിട്ടുള്ള കാര്യമായി പറയുന്നത്. മനനം നടക്കുന്നു. മനനം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആ കേട്ട കാര്യങ്ങളിൽ നിന്നും എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗങ്ങളെ മാത്രം ഇങ്ങോട്ട് അടർത്തിയെടുത്ത് ബാക്കി കാര്യങ്ങളെ അവിടെ മാറ്റി വെച്ചിട്ട് ഇത് മാത്രം ഞാൻ എന്നെ ഒന്നുകൂടെ പറഞ്ഞു പഠിപ്പിക്കുകയാണത്. അവിടെ പ്രാക്ടിക്കലാക്കുന്നില്ല, ഞാൻ അതിനെ ചേൺ ചെയ്യുകയാണ് അവിടെ. നമ്മൾ സ്വയം അതിനെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ലേണിംഗ് ആൻഡ് ചേണിങ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അതിൻ്റെ മിനിയേച്ചർ ലെവലിൽ അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ. അതിന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തുടങ്ങാൻ പോരുത്, അതിൻ്റെ മിനിയേച്ചർ ലെവൽ. കാരണം നമ്മൾക്കൊരു കാര്യം ചെയ്യുവാൻ ഒരു വിൽ പവർ വേണം. പുതിയൊരു കാര്യം ചെയ്യുവാൻ വിൽ പവർ വേണം. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എപ്പോഴും വിൽ പവർ വേണം, വിൽ പവർ ഉപയോഗിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. വിൽ പവർ എങ്ങനെ ഉണ്ടാവും? അതാണ് വലിയ വിഷയം. ആളുകൾ അവിടെയാണ് സ്റ്റക്കാവുന്നത്. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടും സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് അറിയാം, നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൽ പറയുകയാണ് വിൽ പവർ ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പറയാം. അപ്പോൾ വിൽ പവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമില്ല. പിന്നെ അത് നമ്മൾ തേടി കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നറിയോ? അതിൻ്റെ തിയറട്ടിക്കൽ നോളജ് വേണം ആദ്യം. ആ തിയറട്ടിക്കൽ നോളജ് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാണ് എന്നുള്ളത് ഉള്ളിലൊന്ന് ബോധ്യപ്പെടണം. അപ്പോൾ ഈ തിയറട്ടിക്കൽ നോളജ് ഉണ്ടാക്കലാണ് ശ്രവണം, ലേണിംഗ്. അത് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആണ് എന്നുള്ളതിന് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചൊരു കൺഫർമേഷൻ ചെയ്യുന്നതാണ് മനനം, ചേണിങ്, മനനം എന്നുള്ളത്. പ്രാക്ടിക്കാലിറ്റി ചിന്തിച്ച് ഹൈപ്പോത്തസിസ് ചെയ്യുന്നതാണ്. പിന്നെയാണ് ആചരണം, ആക്ടിങ്, പ്രവൃത്തി ചെയ്യുക. ഈ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ഒരു വിഷയമുണ്ട്. ആക്ടിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഫുൾ ഫോഴ്സിൽ ചെയ്തു കഴിഞ്ഞാൽ ആരംഭശൂരത്വം ഉണ്ടാകും. തുടക്കത്തിലുണ്ടാകുന്ന ഒരു ഹൈ മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊരു 3-4 കിലോമീറ്റർ മുന്നോട്ട് പോയ പോലെ ഫീൽ ചെയ്യും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ദിവസം 1 മീറ്റർ പോലും നീങ്ങുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ അത് നാച്ചുറലി സംഭവിക്കും. പക്ഷേ എന്താ അവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻസ്പിറേഷൻ പോവുക അങ്ങനെ സംഭവിച്ചാൽ. മറിച്ച് ആദ്യത്തെ ദിവസം 1 മീറ്ററേ പോയിട്ടുള്ളൂ, രണ്ടാമത്തെ ദിവസം 1.5 മീറ്റർ പോയി. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ പ്രോഗ്രസീവാണ്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് സ്ലോ ആകുമ്പോൾ നമുക്ക് നമ്മളോടുള്ളൊരു മതിപ്പ് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ വിൽ പവർ കുറയും. ഒരു കാര്യം പറയാം, ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളും സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളും ഡിപ്രഷൻ ഉണ്ടാക്കും. അറിയാം, അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് പല ആളുകളിലും. അതെങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? ഇതിൽ കേൾക്കുന്ന പല കാര്യങ്ങളും പലർക്കും റിലേറ്റബിൾ ആയിരിക്കില്ല. റിലേറ്റബിൾ ആണെങ്കിൽ തന്നെ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത് നിരന്തരം കേൾക്കുകയും ചെയ്യുന്നുണ്ട്, ചെയ്തു നോക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് പ്രാക്ടിക്കൽ ആവുന്നില്ല എന്ന് വരുമ്പോൾ ആ വ്യക്തിക്ക് എനിക്ക് മാത്രം എന്താ ഇതൊന്നും പറ്റാത്തത് എന്നൊരു ചോദ്യം വരും. ഞാനൊരു വേസ്റ്റാണ്. ഒരുപാട് പേര് ഇതൊക്കെ കേട്ടിട്ട് നന്നായല്ലോ. ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതാ രസം. മിക്ക ആളുകളുടെ അവസ്ഥ ഇതാണ്. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. ഈ ചിന്ത ആ വ്യക്തിയെ ഡിപ്രഷനിലേക്ക് നയിക്കും. അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഇതൊന്നും കേൾക്കാതെ അവനവൻ്റെ രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ചിലപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെയാണത്. മരുന്ന് നമുക്ക് കിട്ടി, ഈ ഡോസ് കഴിക്കുക, പിന്നെ ആ ഡോസ് കഴിക്കുക, ഇങ്ങനെ പോകാൻ അതിനൊരു രീതിയുണ്ട്. നമ്മൾക്ക് മരുന്ന് ഇങ്ങോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായി, എന്നാൽ പിന്നെ ഈ അസുഖം മാറ്റിയിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം മരുന്ന് കൂടെ ഇങ്ങോട്ട് കഴിച്ചാൽ അങ്ങനെ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിലോട്ടൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ് ആയിരുന്നു. മുൻപ് വലിയ രീതിയിൽ ഇങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം ഞാൻ ആദ്യമായിട്ട് സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് വായിച്ചൊരു പുസ്തകം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പോൾ അത് വായിച്ചപ്പോൾ ഇതിലിങ്ങനെ വലുതായി ചിന്തിക്കുക, ആഗ്രഹം വെക്കുക, ജീവിതത്തിനെ മാറ്റിമറിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു പുസ്തകത്തിൽ അങ്ങനെ രീതിയിൽ കാണുന്നത്. അപ്പോൾ ഭയങ്കരധികം ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതേപോലെ മറ്റു പുസ്തകങ്ങളുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ കുറേ പുസ്തകങ്ങൾ ഇതേപോലെ ഒരു സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡസ്ട്രി തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യമായി. അപ്പോൾ പിന്നൊരു കൈൻഡ് ഓഫ് ഒരു അഡിക്ഷൻ പോലെയായിരുന്നു സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കും ഈ പറഞ്ഞ പോലെ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ ഡിപ്രഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊന്നും പോയില്ലെങ്കിലും അത് എൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം കുറേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ചെയ്യ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾക്ക് എന്തോ ഒരു കുറവുണ്ട്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അതിലുണ്ടല്ലോ, കുറേ ഹാബിറ്റ്സുകളെ പറ്റി പറയുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് രീതിയിൽ ജീവിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ
ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്ററിയാണ്. ചിലത് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ, ചിലത് പറയുന്നത് അങ്ങനെ ചെയ്യാൻ. ആകെ വട്ട് പിടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഈ ഒരു ഗിൽട്ട് എന്നുള്ളത് ഇതൊക്കെയാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ പല ഹാബിറ്റ്സിനെ പറ്റി പറയുന്നുണ്ടാവും, വിജയികൾ ചെയ്യുന്ന ശീലങ്ങൾ. അപ്പോൾ ഇതൊക്കെ എല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ബാധ്യത നമ്മൾക്ക് അത് അടിച്ചേൽപ്പിക്കുന്ന പോലെ ആ പുസ്തകങ്ങൾ. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ അതൊന്നും ആവശ്യം ഉണ്ടാവില്ല, വേസ്റ്റ് ആണ് എന്നുള്ളൊരു തോട്ട് നമ്മൾക്ക് വരും. ചിലപ്പോൾ അത് ആ ഒരു മൊമെന്റിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഈ വീഡിയോകളായാലും പുസ്തകങ്ങളായാലും ഇത് കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം, ഇതെല്ലാം നമ്മളുടെ ഒരു ബാധ്യത പോലെ. കുറേ ഇടത്തുനിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളൊരു രീതിയിലോട്ട് പോകും. അത് ചെയ്യാതെ നമുക്ക് ആ ഒരു മൊമെന്റിൽ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ലൈഫിനെ നമ്മളോട് തന്നെ ചോദിച്ചു വെച്ചാൽ ഇന്നതൊക്കെയാണ് നീ ഈ മൊമെന്റിൽ ചെയ്യേണ്ടത്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല, അതിലോട്ടൊക്കെ പിന്നെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വരാം. പക്ഷെ നീ ഇപ്പോൾ വേണ്ടത്, നിനക്ക് ഈ ചില കാര്യങ്ങൾ നിന്റെ മുന്നിൽ കുറച്ച് ടാസ്ക് ഉണ്ട്, നീ അത് ഫോളോ ചെയ്യുക. പുറത്തുനിന്ന് പുസ്തകം അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിന്റിൽ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്താണ്. ഈ സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്ന പുസ്തകങ്ങൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ ഒരു റിലീഫ് കിട്ടുകയാണ്. ഞാനും ഇത് സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ് ഒരു ഘട്ടത്തിൽ, റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ റൂൾ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്, അറിയോ? കേട്ടിട്ടുണ്ടോ? എക്കണോമിക്സ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഇത്. ഞാൻ എക്കണോമിക്സ് പഠിക്കാത്തതുകൊണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അത് ലൈഫിലും പോസിബിളാണ്, ആ റൂള് അപ്ലിക്കബിളാണ് ലൈഫിലും. അതായത് സപ്ലൈ ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയും. മാർക്കറ്റിൽ ഒരു സാധനം ഈസി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് വില ഉണ്ടാവില്ല, വാല്യൂ കുറവായിരിക്കും. റെയർ ആയിട്ടുള്ള സാധനത്തിനാണ് വില കൂടുതലുണ്ടാവുക. ഇതുപോലെ ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളും മോട്ടിവേഷൻ വീഡിയോസും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇതുമാത്രമുള്ളൊരു ലോകത്തിൽ അതന്നെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയും അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റുട്ടീൻ ഹാബിറ്റാക്കി മാറ്റുകയും എന്നാൽ അത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുകയും അത് കേൾക്കൽ തന്നെ ഒരു ശീലമായി, പുതിയൊരു ശീലം അല്ലെങ്കിൽ പുതിയൊരു അഡിക്ഷൻ അങ്ങനെ പറയാം. അങ്ങനെ ആയതുകൊണ്ട് ഒരു വ്യക്തിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും. ആദ്യത്തെ തവണ ആ വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഇൻസ്പിരേഷൻ പിന്നെ ഉണ്ടാവില്ല. ഇതാണ് മാറ്റം ഉണ്ടാവുക. ഇത് സ്ഥിരം ഒരുപാടായി കഴിഞ്ഞാൽ അത് ക്ലീഷയാവും, അതിനോട് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതൊരു യാന്ത്രിക റുട്ടീനായി മാറുന്നു മാത്രം. എല്ലാം അങ്ങനെയാണ്. നമ്മളൊരു സാധനത്തെ, ഞാൻ എപ്പോഴും അഫർമേഷൻ്റെ കാര്യത്തിൽ പറയാറുണ്ട്, ചില ആളുകൾ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും അഫർമേഷൻ കേട്ടുകൊണ്ടിരിക്കുക. അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും അഫർമേഷൻ, മുറ്റടിച്ചു വരുമ്പോഴും അഫർമേഷൻ, വണ്ടി ഓടിക്കുമ്പോഴും അഫർമേഷൻ. അപ്പം ഞാൻ അവരോട് പറയും, ആ അഫർമേഷൻ ചെയ്യുന്ന ജോലി ആ അഫർമേഷൻ നിർത്തും. അതാ സംഭവിക്കുക. കാരണം നമ്മളതിനെ ക്ലീഷയാക്കി മാറ്റുന്നുണ്ട്, ഉപയോഗിച്ച് തേഞ്ഞ് പഴകിയ സാധനമായിട്ട് മാറും. നമ്മളൊരു സാധനത്തിന് വേണ്ട വാല്യൂ കൊടുത്ത് ഒരു ടൈം എടുത്ത് ഒരു സ്കൂളിലിരുന്ന് പഠിക്കുന്ന പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ച് വെരി സീരിയസ്ലി ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഇത് നല്ലൊരു മെത്തേഡാണ്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു യൂട്യൂബിലെ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ കാണുകയാണെങ്കിൽ പോലും നിങ്ങൾ അതൊരു ടേബിളിലിരുന്ന് ഒരു നോട്ട്ബുക്കും പെന്നുമായിട്ടിരുന്ന് അതിൽ പലതും പറയും. കാരണം ഈ വീഡിയോസ് ഇടുന്ന ആളുകൾ നമ്മളടക്കമാണെങ്കിലും ഒരുപാട് ആളുകളെ അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. പല പല പ്രശ്നങ്ങളാണ് ഈ ലോകത്തിൽ. അപ്പോൾ ചിലർ വിചാരിക്കുക അത് പറഞ്ഞു പിന്നെ ഇത് പറഞ്ഞു പിന്നെ മറ്റേത് പറഞ്ഞു എല്ലാം കൂടെ പറഞ്ഞ് ഞാനെങ്ങനെ ഇതൊക്കെ കൂടെ ചെയ്യാം, എല്ലാം കൂടെ നിങ്ങളോട് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. ഇത് ആവശ്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇത് മുഴുവൻ എങ്ങനെ ഞാൻ വാങ്ങുകയെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഞാൻ വാങ്ങേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ടത് വാങ്ങിയിട്ട് പോവാം. അപ്പം നമ്മൾക്ക് വേണ്ടതിനെ ചൂസ് ചെയ്തിട്ട് ആ ചൂസ് ചെയ്ത ആ ഒരു ബുക്കോ അല്ലെങ്കിൽ വീഡിയോയിൽ പോലും അതിനുള്ളിലും നമുക്ക് വേണ്ടതിനെ മാത്രം ചൂസ് ചെയ്യാൻ പറ്റണം. എന്നിട്ടൊരു നോട്ട്ബുക്കും പെന്നുമായിരുന്ന് പഠിക്കണം. വീഡിയോ കാണലും പഠിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് വേണ്ട പോയിൻറ്റ്സിനെയൊക്കെ നോട്ട് ചെയ്ത്, ഞാനൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ പോലും ഒരു റീഡിങ് പ്ലാനർ വെച്ചിട്ടേ വായിക്കുമായിരുന്നുള്ളൂ. അതായത് എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെങ്കിൽ ഒരു നോട്ട് ബുക്ക് വേണം. അങ്ങനെയാണ് ഞാൻ വായിക്കുക. അതിന്ന് വായിച്ച് ഒരു പേജ് വായിച്ച് മനസ്സിലായാൽ അത് അവരുടെ ഭാഷ്യമാണ്, എൻ്റെ ഭാഷ്യം ഞാനുണ്ടാക്കും. അതിലുള്ള വേർഡ് ഇതിലേക്ക് എഴുതിയെടുക്കലൊന്നും അല്ല ഞാൻ ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമോ എഴുതിയെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് പുസ്തകം പോലും ഞാൻ വായിക്കാറുള്ളത്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും.
അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ഓവർലോഡ് ആയിക്കൊണ്ടിരിക്കും. അതായത് പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു വാല്യൂവിനെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. പല ബുക്സും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളെ വായിക്കരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും തുടരുത് എന്നുള്ള ഒരു രീതിയിലല്ല. യൂസ്ഫുൾ ആണ് പലതും, പക്ഷേ ആ ഒരു അഡിക്ഷൻ, അതായത് അത് ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ പുസ്തകങ്ങളെ പോലെ തന്നെ വീഡിയോസ്, പലർക്കും ആ ഒരു ഹാബിറ്റ് കൂടിയുണ്ട്. ഇങ്ങനെ കുറേ വീഡിയോസ് ഇരുന്ന് കാണുക, ഈ ഒരു എപ്പോഴും ആ ഒരു കോൺസ്റ്റൻറ്റ് പ്രോസസ് ഓഫ് കൺസ്യൂമിങ് ആണ്. പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ളത് എടുക്കുക, അതിന് ആ ഒരു ഡെപ്ത് കൊടുക്കുക. അനിൽഭായ് പറഞ്ഞ പോലെ ഒരു പുസ്തകം വായിക്കുമ്പോഴായാലും അത് നമ്മൾക്ക് വേണ്ട കാര്യമാണ്. എല്ലാം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഇങ്ങനെ നമുക്ക് സെൽഫ് ഹെൽപ്പ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഗുരു പറയുന്നത് പറഞ്ഞിട്ട് എല്ലാതും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾക്ക് വേണ്ടത് ആ ഒരു മൊമെന്റ് ലൈഫിൽ ഇപ്പം എന്താണ്, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പുസ്തകം ഒരു ബൈബിൾ പോലെ എടുത്തിട്ട് അതിനെ പഠിച്ച് അത് ലൈഫിൽ അത് തന്നെ നമുക്കൊരു കുറച്ച് വർഷത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും അതെടുത്ത് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് വായിക്കും നമ്മൾ വേറെ കാര്യങ്ങളും വരും, ആകെ നമ്മളങ്ങനെ ഓവർവെൽംഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എന്തൊക്കെയുണ്ട് കഴിക്കാൻ ചോദിച്ചാൽ ചെറുറാന്നവർ കുറേ അങ്ങോട്ട് പറയും. എല്ലാം പോരട്ടെ നമ്മൾ പറയാറില്ലല്ലോ. അന്ന് നമ്മളൊരു ചോയ്സ് എടുക്കും അവിടെ. അതിൽ നമ്മൾക്ക് ദഹിക്കുന്നത് ഏതാണ്, നമ്മുടെ ടേസ്റ്റ് ഏതാണ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമ്മളുടെ ഒരു ചോയ്സ് അവിടെ നിർണ്ണയിക്കുന്നത്. ഇതുപോലെ എല്ലാ മേഖലയിലും നമുക്ക് ചോയ്സ് വേണം. ഇപ്പോൾ ചില ആളുകൾ ഒരാളെ അങ്ങോട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അയാൾ പറഞ്ഞ എല്ലാം പ്രാക്ടിക്കലാക്കാൻ നോക്കും. ഞാൻ അതുപോലും പാടില്ല എന്നാണ് പറയുക. ഞാൻ പലതും പറയുന്ന ആളാണ്, പലതും പലർക്കും വേണ്ടിയാണ് പറയുന്നത്. എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുത്തതായിരിക്കും. ഇതെല്ലാം കൂടെ ഒരാളിരുന്നിട്ട് പ്രാക്ടിക്കലാക്കാൻ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ തല അവിയിലാവും. അപ്പോൾ ഒരു വ്യക്തിക്കൊരു കോമൺ സെൻസ് വേണം. പലതും പലയിടത്തുനിന്നും കേൾക്കും. ഇതിൽ നിന്ന് വേണ്ടത് മാത്രം ചൂസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഒരു സെൻറ്റൻസ് ചെറുപ്പകാലത്തിലങ്ങാൻ കേട്ടതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഒരുപാട് ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് എവിടെയും എത്തിച്ചേരാതെ പല ശാഖകളായി പിരിഞ്ഞ് അറ്റമില്ലാതെയായി പോകും എന്നാ പറയുന്നത്. അറിവ് ഓവർലോഡ് ആകുന്നതിൻ്റെ പ്രശ്നം ഇതാണ്. അറിവിന് കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയോ? പല അറിവുകളും ഘടകവിരുദ്ധമായിരിക്കും. അവിടെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ പറയുന്നുണ്ടാവുക. മറ്റൊന്ന്, പല അറിവുകളും ഓവർലോഡായിരിക്കും ചിലപ്പോൾ നമുക്ക്. മറ്റൊന്ന്, അറിവുകൾ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലേക്കാണ് കയറുക. അറിവുകളെ സബ് കോൺഷ്യസ് പ്രാക്ടീസ് ആക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് അറിവ് തലയിലെടുത്തു വെച്ചാൽ നമ്മളൊരു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കായി മാറും. അത് സംഭവിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ആൻസറുള്ള ആൾക്കാർ, ചെറിയ പിള്ളേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അറിയാത്ത ഒരു കാര്യമില്ല, അവർക്കെല്ലാം അറിയാം. അവരുടെ എന്ത് ചോദിച്ചാലും ആൻസർ ഉണ്ടാവും. ബട്ട് അവർ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സബ് കോൺഷ്യസ് പ്രാക്ടീസ് നടക്കാനുണ്ട്. ഇതിങ്ങനെ ഈ മസ്തിഷ്കത്തിൻ്റെ ഔട്ടർ ലെയറിൽ നിന്നും അകത്തേക്ക് കൊണ്ട് സേവ് ചെയ്യുന്നൊരു ഡ്യൂട്ടി ഉണ്ട്. അതെങ്ങനെ സേവ് ആവുക? അതിനാണ് ചേണിങ്. അതാണ് ഞാൻ പറഞ്ഞത്, മനനം ചെയ്യണം. അറിവിൻ്റെ കൂടെ തനിച്ചിരിക്കണം, ആ അറിവിനെക്കുറിച്ച് ചിന്തിക്കണം. അതിങ്ങനെ സിങ്ക് ആവാനായിട്ട് നമ്മൾ ആ ഒരു ഇത് കൊടുക്കണം, സമയം അനുവദിക്കണം. ആ അറിവിനെ നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നൊരു ഭക്ഷണം നമ്മളുടെ ആമാശയത്തിനും കുടലിനും അകത്ത് വെച്ച് ആ ഭക്ഷണത്തിൽ ചില രസങ്ങൾ നമ്മുടെ ശരീരം അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് അതിനെ കുഴച്ച് അതിൽ നിന്ന് ഈ പോഷകാംശങ്ങൾ വലിച്ചെടുക്കും. ഇതുപോലെയായിരിക്കണം അറിവ്. അറിവ് നമ്മുടെ ഉള്ളിലും കൂടെ എത്തി അങ്ങോട്ട് വിഴുങ്ങുകയല്ല. അതിൽ നമ്മുടെ ചിലത് ചേർക്കാനുണ്ട്, നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മുടെ സിറ്റുവേഷൻസൊക്കെ. എന്നിട്ട് അതിന്ന് നമ്മളുടെ ജീവിതത്തിന് അനുകൂലമായ രീതിയിലേക്ക് ഒരു വലിച്ചെടുക്കൽ നടക്കാനുണ്ട്. ഇതിനൊരു സമയമെടുക്കില്ലേ? ആമാശയത്തിനകത്ത് കഴിക്കുന്നത് 5 മിനിറ്റായിരിക്കും, ദഹിക്കുന്നത് എത്ര സമയമെടുക്കും? സമയങ്ങളെടുക്കും, മണിക്കൂറുകളെടുക്കും. ഇതുപോലെയാണ് നമ്മളൊരു സെൽഫ് ഹെൽപ്പ് പുസ്തകമായാലും ശരി, മോട്ടിവേഷൻ ക്ലാസ് ആയാലും ശരി, ഇത് കേട്ടു വിട്ടു, അതിലൂടെ ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മളതുകൊണ്ട് ഇരിക്കണം പിന്നീട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളെ ബ്ലെയിം ചെയ്യല്ല, മോട്ടിവേഷൻ വീഡിയോസിനെ ബ്ലെയിം ചെയ്യല്ല എന്ന് പറഞ്ഞില്ലേ? ബ്ലെയിമല്ല. സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഒരുപാട് പ്രിവിലേജസ് ഉള്ളൊരു വേൾഡിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്ററുടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷണൽ സ്പീക്കറുടെ ഒരു ക്ലാസ് ഇവിടെ ഇരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ മുൻപ് എപ്പോഴും സംഭവിച്ചിട്ടില്ലാത്ത അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്റർനെറ്റ്. പണ്ടൊരു ഗുരുവിനെ നമ്മളൊക്കെ തേടി നടക്കണമായിരുന്നു. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഗുരു യൂട്യൂബിലുണ്ട്. ബട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ
നമ്മൾ അതിന് വേണ്ടത്ര വാല്യൂ കൊടുക്കുന്നില്ല ബിക്കോസ് ഓഫ് ഈസി അവൈലബിലിറ്റി. മറ്റൊരു കാര്യം, സോ മെനി കുക്സ് സ്പോയിൽ ദ സൂപ്പ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്കൊരു സ്ട്രീം ചൂസ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് സ്യൂട്ടാവുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു സ്ട്രീം കണ്ടെത്തണം. അതിലേ നമുക്ക് സെറ്റാവും. ലോകത്തിലുള്ള എല്ലാ സ്ട്രീമും കൂടെ നമുക്ക് സെറ്റാവില്ല. ഞാൻ പലതും പഠിച്ചിട്ടുള്ള ഒരാളാണ്, പലതും പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് എനിക്ക് പറ്റുന്ന ഒരു കോംബോ അതിലൂടെ ഉരുത്തിരിയാൻ എത്ര വേഗം എനിക്ക് സാധിച്ചോ അത്ര വേഗം ഞാൻ എൻ്റേതായ ഒരു നിലപാടിലെത്തി എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നിലപാടുണ്ടാക്കൽ, ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ കേട്ടും പഠിച്ചിട്ടും ഉണ്ടാവുന്നത്. പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ ഇൻസ്പിറേഷൻ കൊണ്ട് ജീവിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. ഒരു സെൽഫ് ഇൻസ്പയർഡ് പേഴ്സണാലിറ്റിയായി മാറാനുള്ള ഒരു സ്പാർക്ക് പ്ലഗ് ആയിട്ട് ഈ മോട്ടിവേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. പലരും ഈ ഏരിയയിൽ വരുമ്പോൾ ഒരു പുറമേ ഡിപ്പെൻഡ് ചെയ്യണം. ഒരു മോട്ടിവേഷണൽ വീഡിയോ, ഒരു പേഴ്സണാലിറ്റി തന്നെ പറയാനായിട്ട്, അവർക്ക് അപ്രൂവൽ കൊടുക്കാനായിട്ട് കാത്തിരിക്കണം. അവരുടെ വാക്കിൽ നിന്ന് വരുന്ന സംഭവം വെച്ച് ചെയ്യാനായിട്ട്. അത് ചിലപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ട് അവർ തോന്നുമായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു മോട്ടിവേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവാനായിട്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ അവർ ഇതാക്കുകയാണ്. പക്ഷേ ഈ ഒരു മോട്ടിവേഷൻ്റെ പഠനത്തിൽ പറയുന്നത് 2 തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. എക്സ്റ്റേണൽ മോട്ടിവേഷനും ഇൻറ്റേർണൽ മോട്ടിവേഷനും. ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ എപ്പോഴും ഇൻഎഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും ഒത്തൻറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷനാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ. അൽബൈ പറയുന്നത് എനിക്ക് അതായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാം, അതുമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. 2 ടൈപ്പിൽ ഞാൻ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. 3 ടൈപ്പ് കൗൺസിലിംഗ് ഉണ്ട് ആക്ച്വലി. അതിൽ 2 ടൈപ്പ് കൗൺസിലിംഗ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഒന്ന് ഡയറക്റ്റ് കൗൺസിലിംഗ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് കൗൺസിലിംഗ്. ഇത് രണ്ടും നമ്മൾ സിമ്പിളാണ്, വ്യത്യാസം വളരെ സിമ്പിളാണ്. ഈ ഡയറക്റ്റ് കൗൺസിലിങ്ങിൽ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കും, അവർ ചോദിക്കും, നമ്മൾ ഉത്തരം പറയും. ഇൻഡയറക്റ്റ് കൗൺസിലിങ്ങിൽ നമ്മൾ ചോദിക്കും, അവർ ഉത്തരം പറയണം. എന്നാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇൻഡയറക്റ്റ് കൗൺസിലിംഗ് ആണ്. എന്താണ് അത് ഇൻഡയറക്റ്റ് കൗൺസിലിങ്ങിന് പവർ കൂടാൻ കാരണം എന്നറിയോ? മറ്റത് എൻ്റെ ഐഡിയ ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. അവിടെ ഐഡിയയുടെ ഓണർ ഞാനാണ്. എൻ്റെ ഐഡിയ അവർക്ക് അന്യമാണ്. അതിനെ അവർ സ്വീകരിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മറിച്ച് ഇൻഡയറക്റ്റ് കൗൺസിലിങ്ങിൽ ഞാൻ അവരോട് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻസ് അവരെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവരിന്നവരെ അവരോട് ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. ആരും അവരോട് ഇന്നവരെ ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവരുടെ ഉള്ളിൽ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ടവർ എനിക്ക് ആൻസർ തരാൻ വേണ്ടി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് പറ്റിയ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അവർ ഇൻവെൻറ്റ് ചെയ്യും. CBTയിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നിങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്? ഒരു പ്രത്യേക സംഭവം എടുക്കാൻ പറയും. ഈ സംഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്? ഞാൻ നോർമലി ഇങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. അതിനെ വേറെ എങ്ങനെയൊക്കെ ചിന്തിക്കാം? പെട്ടില്ലേ? അപ്പോൾ അവരിരുന്ന് ചിന്തിക്കണം. ഓ ശരിയാണല്ലോ, ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് വേറെ എങ്ങനെയൊക്കെ ചിന്തിക്കാം, ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതിന് പകരം അവരോടനെ പറയിപ്പിക്കുകയാണ്, അവരെ കൊണ്ട് തന്നെ മാറി ചിന്തിപ്പിക്കാൻ, വേറെ എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്ന്. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവരുടെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന കൗൺസിലിംഗ് ആയി തോന്നിയിട്ടുണ്ട്. ഇതേപോലെയാണ് ഈ ഇൻസ്പിറേഷണൽ ആൻഡ് മോട്ടിവേഷണൽ മേഖലയിലെ പ്രശ്നം. എന്താ വെച്ചാൽ നമ്മളെല്ലാം യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് എല്ലാം ഹൗ ടു എന്നുള്ള ആ ഒരു ഇതിൽ തുടങ്ങുന്നതായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദ വേർഡ് ഹൗ അത് എന്നും നമ്മളെ ചോദ്യം ചോദിക്കുന്നവരായി നിലനിർത്തും. അതിന് പകരം ഒരു വേർഡ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ട വൈ. എന്തുകൊണ്ട്? ദ പവർ ഓഫ് വൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് നമുക്കതിൻ്റെ സിസ്റ്റമാറ്റിക് വേ മനസ്സിലാക്കാൻ നല്ലതാണ്. ബട്ട് എന്തിന് ഞാനിത് ചെയ്യണം? ഇതൊരു കോമൺ ആയിട്ട് മിസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ബിക്കോസ് നമ്മളുടെ സൈക്കോളജി ആയാലും എല്ലാം വർക്ക് ചെയ്യുന്നത് മീനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് അത് നമ്മൾ എവിടെയോ കേട്ടതുകൊണ്ട് ചെയ്യാന്നുള്ള രീതിയിൽ ആയിരിക്കില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ നമ്മൾ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചിന്തിക്കും. പക്ഷേ
നമ്മൾ വെറും നമ്മളുടെ പ്രവൃത്തികളായാലും ആക്ഷൻസ് ആയാലും ബിഹേവിയേഴ്സ് ആയാലും നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. ഇതിന് പിന്നിൽ ഒരുപാട് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട്, സബ് കോൺഷ്യസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ തോട്ടിലുണ്ടായി ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ തോട്ടിൻ്റെ പുറത്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല. ബിക്കോസ് ഈ നമ്മൾ കാണാത്ത ഒരു വലിയൊരു മേഖല തന്നെ നമ്മളുടെ ഉള്ളിലുണ്ട്. അതിന് റീസൺസ് വേണം, എന്തിനാ നീ ചെയ്യുന്നത്. അവിടെയാണ് വൈ എന്ന ക്വസ്റ്റ്യൻ. ഞാനിതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഏറ്റവും നല്ലൊരു മോട്ടിവേറ്റർ ആരാണെന്നറിയോ? തെരുവ് പട്ടിയാണ്. തെരുവ് പട്ടി. ഒരു തെരുവ് പട്ടി നമ്മളെ കടിക്കാൻ ഓടിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ ഓടണം എന്ന ചോദ്യമില്ല അവിടെ. എങ്ങനെ ഞാൻ മരത്ത് കയറും എന്ന ചോദ്യമില്ല. എങ്ങനെ ഞാൻ മതിലിൻ്റെ മേലെ കയറും എന്ന ചോദ്യമില്ല. എന്തിന് ഞാൻ ഓടണം, എന്തിന് ഞാൻ മരത്ത് കയറണം, എന്തിന് ഞാൻ മതിലിൻ്റെ മേലെ കയറണം, എന്തിന് ഞാൻ കല്ലെടുക്കണം, അത് നാച്ചുറലി അവിടെ വർക്ക് ചെയ്യും. കാരണം ജീവൻ രക്ഷപ്പെടുത്തണം. ഒരു റീസൺ അവിടെ ഉണ്ട്. അവിടെ വൈ എന്ന ക്വസ്റ്റ്യൻ നാച്ചുറലി വർക്ക് ചെയ്യുകയും ആ വ്യക്തിയെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യും. അവിടെ നമ്മൾ ഒരു മരത്തിൽ എങ്ങനെ ഞാൻ കയറുക എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുമോ? ഇല്ല. അവിടെ ഹൗ എന്ന ക്വസ്റ്റ്യന് അപ്രസക്തി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ റീസൺ ഉണ്ട്. തെരുവട്ടി കടിക്കാൻ വരുന്നു എന്നുള്ള വ്യക്തമായ റീസൺ അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയെന്നൊരു ചോദ്യമില്ല. എന്തിന് ഞാൻ ചെയ്യണം എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ അവിടെ ക്ലിയർ ആണ്. എനിക്ക് എൻ്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്യണം എന്നുള്ളത്. ഇതുപോലെ ക്ലിയർ ആവും. വിക്ടർ ഫ്രാങ്കലിന്റെ മാൻ സെർച്ച് ഓഫ് മീനിങ് എന്ന പുസ്തകത്തിൽ ഒരു കോട്ട് ഉണ്ട്. എ മാൻ ഹാസ് എ വൈ ക്യാൻ ബിയർ ഓൾമോസ്റ്റ് എനി ഹൗ എന്ന് പറഞ്ഞിട്ട്. ഒരു വൈ ഉള്ള മനുഷ്യന് എന്ത് ഹൗവിനെയും തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗ എന്ന ക്വസ്റ്റ്യൻ സിസ്റ്റമാറ്റിക് മെത്തേഡുകൾ പഠിക്കാൻ ഉപയോഗിക്കാം. വൈ എന്ന ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരാൾക്ക് എത്ര ഹൗ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയാലും ഒന്നും ആവാൻ പറ്റില്ല. വൈ എന്ന ക്വസ്റ്റ്യന് ശേഷമാണ് ഹൗ എന്ന ക്വസ്റ്റ്യൻ വരേണ്ടത്. ഇത് നമ്മളുടെ മൈൻഡിൽ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് ശരിക്കും റിഫ്ലക്ട് ചെയ്യാന്ന് വെച്ചാൽ മനസ്സ് കുറേ ചോദ്യങ്ങൾ ചോദിക്കണ്ട. നമ്മളൊരു കാര്യം ഇതെന്തിനാണ് നീ ഇപ്പോൾ ചെയ്യുന്നത്, ഇത് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കാം അത് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, അപ്പോൾ അതുകൊണ്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് വൈനുള്ള, ഈ പറഞ്ഞ വൈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു കൺവിൻസിങ് ആയുള്ള ആൻസേഴ്സ് നമ്മളുടെ ഉള്ളിലില്ല. അതില്ലാത്തിടത്തോളം നമ്മൾക്ക് ആ ഒരു പ്രോസസ്സിൽ കമ്മിറ്റഡ് ആവാനും സാധിക്കില്ല. അതൊന്നും ഈ കൺവിൻസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആരെങ്കിലും പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഇപ്പോൾ മൊയ്തീൻ്റെ കാര്യം എടുക്കൂ. മൊയ്തീൻ്റെ മനസ്സിനുള്ളിൽ ഒരു വൈ ക്വസ്റ്റ്യൻ ഉണ്ടായി എന്ന് വിചാരിച്ചോ. വൈ, ഇത് എന്തിനു ഞാൻ ചെയ്യണം എന്നുള്ളത്. ഇതിന് എത്ര ആൻസറുകൾ ആർക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും, എനിക്കും പറ്റും. ബട്ട് മൊയ്തീൻ ഉണ്ടാക്കുന്ന ആൻസറില്ലേ, അത് ബാക്കി ആര് പറഞ്ഞു തന്ന ആൻസറിനേക്കാളും നിലവാരം കുറഞ്ഞ ആൻസർ ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് അത് പ്രാക്ടിക്കലായ ആൻസർ ആയിരിക്കും. അതാണ് രസം. ആരാൻ്റെ പല്ലിനേക്കാൾ നല്ലത് അവനവൻ്റെ തൊണ്ണാണ് എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ പല്ലിനേക്കാൾ ഭേദം അവനവൻ്റെ തൊണ്ണാണ്. അത് കാരണം മറ്റേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെയാണത്. നമ്മളുടെ ആൻസർ ലോജിക്കലി അത് കുറച്ച് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ എഫക്റ്റ് കുറവാണെങ്കിലും പ്രാക്ടിക്കലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾക്ക് മറ്റൊരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റാതെ. ലൈക്ക് പലപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. പല ആളുകളും വേറൊരു വ്യക്തി എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ ആ ഒരു വ്യക്തി മാറില്ല. പക്ഷെ ആ ഒരു വ്യക്തി ചിന്തിച്ചാലേ അത് മാറുകയുള്ളൂ. അതായത് ആ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കണം നമ്മൾ പറയുമല്ലോ. നമുക്കൊരു ഒരിക്കലും ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റില്ല. ആ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മളാണ് നമ്മളുടെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആൾ. ബാക്കിയുള്ളവർ ഒരു വഴികാട്ടികൾ മാത്രമാണ്, ഡെസ്റ്റിനേഷൻ അല്ല. അവർ സൈൻ ബോർഡുകളാണ്. സൈൻ ബോർഡുകൾ ഉപയോഗിക്കാം നമുക്ക്, പക്ഷെ സൈൻ ബോർഡുകളിൽ സ്റ്റെക്കാവരുത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയോ നമ്മളൊരു കോഴിക്കോട് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അവിടെ അങ്ങോട്ട് ബസ് ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? അതൊരു സൈൻ ബോർഡാണ്, ദിശ കാണിച്ചു തരും. അതൊരിക്കലും ഡെസ്റ്റിനേഷൻ അല്ല. അതുപോലെ ഒരു വ്യക്തിയെയും ഡെസ്റ്റിനേഷനാക്കി മാറ്റാതിരിക്കുക. ഒരാൾ പറയുന്ന വാക്കിനെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് വാക്കാക്കി മാറ്റാതിരിക്കുക. നിങ്ങൾ വാക്ക് നിർമ്മിക്കുക. നിങ്ങൾക്ക് വേണ്ടത് അത് നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് റോ മെറ്റീരിയൽ വേണ്ടേ, അത് കളക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി നമ്മളുടെ ഈ മോട്ടിവേഷൻ മേഖലയിലെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളോട് നമുക്കൊന്ന് ഡിസ്കഷൻ ചെയ്താലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന ജീവിയുടെ ചില പ്രകൃതിദത്തമായ സ്വഭാവങ്ങളെക്കുറിച്ച് അറിയാതെ നമ്മൾ ഈ മോട്ടിവേഷനൊക്കെ പിന്നാലെ പോയിട്ട് നിരാശ ബാധിക്കും. അതെന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ലേസിനെസ് റൂൾ. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റൂളാണ് ലേസിനെസ് റൂള്. അതുപോലെ തന്നെ ലോ ഓഫ് എൻട്രോപ്പി. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ അതിനോടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഫൈറ്റ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ ടെൻഡൻസിനോടാണ്. ഇത് നമുക്ക് ബോധ്യം വേണം. പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ തന്നെ ചില ശീലങ്ങൾ നമ്മളുടെ ഈ ഇവോൾവ്ഡ് സിവിലൈസേഷന് ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മളിൽ അത് ഉള്ളതാണ്. നമ്മളുടെ നാച്ചുറൽ ടെൻഡൻസിയോട് ഫൈറ്റ് ചെയ്യുകയാണ്.
ഇപ്പോൾ നമ്മൾക്ക് വളരെ ഉഷ്ണമുണ്ട്, നമ്മളൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് വളരെ ഉഷ്ണം ഫീൽ ചെയ്യുന്നുണ്ട്, പബ്ലിക്കിൻ്റെ ഇടയിലാണ്, ഒന്ന് ഉഷ്ണിക്കുന്നു, എനിക്ക് ഷർട്ട് ഇടുന്നത് അസ്വസ്ഥമാകുന്നുണ്ട് എന്ന് വെച്ചാൽ അഴിക്കാൻ പറ്റുമോ? നമ്മൾ സഹിക്കുകയല്ലേ. അതേപോലെ നമ്മൾ പല കാര്യങ്ങളും ഇവോൾവ്ഡ് സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്ക് നാച്ചുറൽ ടെൻഡൻസി വേറെ ആയിരിക്കും. ഇതുപോലെയുള്ള ചില നാച്ചുറൽ ടെൻഡൻസീസ് ഉണ്ട്. അതിലൊന്നാണ് ലേസിനെസ് റൂൾ. മീൻസ് അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്. അത് നമ്മളെ മടിയനാക്കാൻ വേണ്ടിയിട്ട് സദാ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് എന്തിനു വേണ്ടി ഉണ്ടായതാണെന്നറിയോ? മസ്തിഷ്കത്തിനകത്ത് എനർജി സേവിങ് മെക്കാനിസമാണ്. അതായത് ഇന്ന് നമ്മൾക്ക് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആരും പട്ടിണി കിടന്ന് മരിക്കേണ്ടതൊന്നും വരില്ല. സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു കാലത്ത് അങ്ങനെയല്ല. കിട്ടിയ ഭക്ഷണം കഴിക്കുക, നാളെ കിട്ടിയില്ലെങ്കിൽ കഴിക്കാതിരിക്കുക പറയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്ന കാലത്ത് മനുഷ്യൻ്റെ മസ്തിഷ്കം ഭക്ഷണം കിട്ടാത്ത കാലത്തിൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മെക്കാനിസം അന്ന് ആവശ്യമായിരുന്നു. അപ്പോൾ ഭക്ഷണം കിട്ടാൻ വഴിയില്ല എന്ന് കണ്ടാൽ എനർജി സേവ് ചെയ്യും. അടങ്ങി ഒതുങ്ങിയൊരിടത്തിരുന്ന് അധികം കാര്യങ്ങളൊന്നും ചെയ്യാതെ, മനസ്സും ചിന്തിപ്പിക്കാതെ, ശരീരവും പ്രവർത്തിപ്പിക്കാതെ ഇരുന്ന് സേവ് ചെയ്യുക. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ എനർജിയുടെ 20% കൺസ്യൂം ചെയ്യുന്നൊരു യന്ത്രമാണ്. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യുക എന്നുള്ളത് എനർജി ഒരുപാട് കത്തിപ്പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യാതെ ഇരുന്നാൽ എനർജി കത്തിപ്പോവില്ല എന്നുള്ള ഈ മെക്കാനിസത്തിന് അറിവുണ്ട്. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാതെ വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു മെക്കാനിസം ഉണ്ട്. ഇതാണ് ഇന്ന് നമ്മൾക്ക് ഭക്ഷ്യസുരക്ഷയൊക്കെ ആയി. പക്ഷേ എനർജി സേവിങ് മെക്കാനിസത്തിൽ നിന്ന് നമ്മളിപ്പോഴും കംപ്ലീറ്റ്ലി ഇവോല്യൂഷൻ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് മടി ഉണ്ടാകും. ഇതാണ് മടി. ഇത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. ഇതിനിപ്പോൾ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നറിയോ? ബ്രെയിനിൻ്റെ ഈ ഒരു പ്രശ്നത്തിനെ പോയിൻ്റ് നമ്പർ 1, നല്ല എനർജി കൊടുക്കണം. നമ്മൾ ഫുഡ്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, നല്ലപോലെ വെള്ളം കുടിക്കണം. ഇങ്ങനെ നമ്മളുടെ ബ്രെയിനിന് ഒരു എനർജി ദാരിദ്ര്യം ഫീൽ ചെയ്യിപ്പിക്കാതിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്. നല്ല വ്യായാമം കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് ആ ഒരു അഭ്യൂഹം ഉണ്ടാവുകയാണ്, എനർജി ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പറായി ഭക്ഷണം കഴിക്കുകയും നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കുകയും നല്ലപോലെ വെള്ളം കുടിക്കുകയും നല്ലപോലെ ബ്രീത്തിങ്ങുകളൊക്കെ ചെയ്യുകയും നല്ലപോലെ വ്യായാമം, ഓടലും അങ്ങനത്തെ മറ്റു പലതും ചെയ്യുന്ന ഒരു ശരീരത്തിൽ മടി കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒബേസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. ഇതിൻ്റെ ഒരു കോംബോ വർക്ക് ചെയ്യണം. നല്ലപോലെ ഉറങ്ങുകയും വേണം. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സ്ലീപ്പ്, എക്സർസൈസ് ആൻഡ് ന്യൂട്രീഷൻ. ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു കോംബോ നമ്മൾക്ക് പ്രോപ്പറായി കൊടുക്കുന്നുണ്ടെങ്കിൽ അലസതയെ ഒരു പരിധി വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അലസതയുടെ തിയറി മനസ്സിലായല്ലോ. ഇതൊരു എനർജി സേവിങ് മെക്കാനിസമാണ്. സേവ് ചെയ്യേണ്ടി വരുന്നത് ഇല്ലായ്മ ഉണ്ടാകുമ്പോഴാണ്. ഇല്ലായ്മ ഇവിടെ ഇല്ല എന്നൊരവസ്ഥയുണ്ടാക്കണം. രണ്ടാമത്തെ സാധനമാണ് ലോ ഓഫ് എൻട്രോപ്പി. ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിസോർഡറിൻ്റെ റൂളാണ്. നമ്മൾക്ക് ഒരു കാര്യം ഓർഡറാക്കി എടുക്കുവാൻ കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. ബട്ട് അത് ഡിസോർഡറിലേക്ക് പോകുന്നത് നാച്ചുറലാണ്. ഇതാണ് ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാതും നമ്മളുൾപ്പെടെ പോകുന്നത് ഒരു ഡിസോർഡർ എന്നുള്ള സ്റ്റേറ്റിലോട്ടാണ്. അതെ, അത് നാച്ചുറലായിട്ട് പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 1000 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം, ഈ 1000 പേരെ വരിയും നിരയുമായിട്ട് നിർത്താൻ നമുക്ക് കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. ഈ 1000 പേരെ വരിയും നിരയായിട്ട് നിർത്തിയതിനെ അങ്ങോട്ട് ഇല്ലാതെയാക്കാൻ അത് നാച്ചുറലായിട്ട് സംഭവിക്കും. നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിക്കാതിരുന്നാൽ മതി. ഇതുപോലെയാണ് എല്ലാ കാര്യം. നമ്മുടെ വീട് അടുക്കും ചിട്ടയായിട്ട് വയ്ക്കാൻ നമുക്ക് നല്ല കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. അത് വീണ്ടും അടുക്കും ചിട്ടയും ഇല്ലാതെയാകാനോ നാച്ചുറലി സംഭവിക്കുന്നില്ലേ? നമ്മൾ കുളിച്ച് ഫ്രഷ് ആകാൻ നമുക്ക് കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ അഴുക്കാകാൻ നാച്ചുറലി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളിൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും. അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾ ആ ഡിസോർഡറിനെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. സോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻട്രോപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. നമ്മൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടാണ് വിമാനത്തിൽ പറക്കുന്നത്. നാച്ചുറൽ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പലതും നേടിയെടുത്തിട്ടുള്ളത്. അതുപോലെ എൻട്രോപ്പി എന്നുള്ളത് ഡിസോർഡർ റൂളാണ്. എൻട്രോപ്പിക്ക് അനുസരിച്ച് നിന്നു കൊടുത്താൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനം ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ട്? അതൊരു ഒരു മണ്ടൻ മനസ്സമാധാനമാണ്. പക്ഷേ നമ്മൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവില്ല. നമ്മൾ എൻട്രോപ്പിക്ക് എതിരെ നിൽക്കുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തലാണ്. മനസ്സിലായോ? ഒഴുക്കിനെതിരെ നീന്തൽ ഒരു സ്ട്രഗിളായിരിക്കില്ലേ? സോ അവിടെ സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഇൻസ്പിറേഷണൽ ജേണിയിലാണെന്നുണ്ടെങ്കിൽ സംഘർഷം ഉണ്ടാകും. ഇതിനാണ് ഞാൻ ആദ്യം ഒരു സെൻറ്റൻസ് പറഞ്ഞത്. എന്താ? സംഘർഷം അനുഭവിക്കുവാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ
പരിവർത്തനം നിങ്ങൾക്ക് അർഹതയില്ല അതിന് എന്ന് പറയും, പോസിബിളേ അല്ല അത്. അപ്പോൾ നമ്മൾക്ക് ഈ സംഘർഷം ഏറ്റെടുക്കാൻ കഴിയും. ഞാൻ ഒഴുക്കിനെതിരെ നീന്താണ്. സംഘർഷം നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ നമുക്കൊരു മാറ്റം പോസിബിൾ അല്ല. അതെ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം ഞാൻ. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന, കംഫർട്ട് സോണിൻ്റെ നല്ലൊരു എന്താ പറയുക ഐഡിയയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ കുറച്ച് വട്ടങ്ങൾ വരയ്ക്കുക, ഒരു റൗണ്ട് വരയ്ക്കുക, ഇതിൻ്റെ പേര് കംഫർട്ട് സോൺ. അടുത്ത റൗണ്ട് അതിൻ്റെ മേലെ വരയ്ക്കുക, ഇതിൻ്റെ പേര് സ്ട്രെസ് സോൺ. അതിൻ്റെ മേലെ വീണ്ടും ഒരു വട്ടം വരയ്ക്കുക, അതിൻ്റെ പേര് ലേണിംഗ് സോൺ. വീണ്ടും ഒരു വട്ടം വരയ്ക്കുക, അതിൻ്റെ പേര് ഗ്രോത്ത് സോൺ എന്നാണ്. ഇങ്ങനെ കുറേ സോണുകളുണ്ട്. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന നമ്മൾ കംഫർട്ട് സോണിൻ്റെ പുറത്ത് കിടക്കുമ്പോൾ നേരെ ഗ്രോത്ത് സോണിക്കല്ല പോണത്. ആളുകൾ വിചാരിക്കുന്നത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഗ്രോത്ത് സോണിൽ എത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള 2 സോൺ വളരെ ഇമ്പോർട്ടൻ്റാണ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് ഇറങ്ങുന്ന ഒരു വ്യക്തി ആദ്യം എത്തുന്നത് എവിടേക്കാണ്? സ്ട്രെസ് സോണിലേക്കാണ്. സ്ട്രെസ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം കൊണ്ടും കംഫർട്ടായിരുന്നു, ആ കംഫർട്ട് മുഴുവൻ പൊളിയാണ്. അപ്പോൾ അനുഭവപ്പെടുന്നത് മുഴുവൻ സ്ട്രെസ്സായിരിക്കും. അപ്പോൾ കംഫർട്ടായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചില ബ്രെയിൻ കെമിക്കൽസ് ഉണ്ട്. ആ ബ്രെയിൻ കെമിക്കൽസ് കിട്ടാതെ ആകുമ്പോൾ ബ്രെയിൻ ഒരു ട്രിഗർ ചെയ്യും. എന്തിനാപ്പോൾ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്, മിണ്ടാതെ ഇതേപോലെ വന്നിരിക്കൂ, അപ്പോഴെൻ്റെ ആ കെമിക്കൽസ് ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് ബ്രെയിനിന്. ആ കെമിക്കൽസ് വേണം എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സ്ട്രെസ് സോൺ ഉണ്ടാകും. സ്ട്രെസ് സോൺ ഉണ്ടാകാൻ കാരണമുണ്ട്. നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന കംഫർട്ട്നെസ് ബ്രേക്ക് ആവുകയും ചെയ്തു. പുതിയ ചില പരിസ്ഥിതികളിലേക്ക്, പുതിയ ചില എക്സ്പീരിയൻസുകളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിനെ ഹാൻഡിൽ ചെയ്യുവാനുള്ള ടെക്നോളജി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഗ്രാജുവലി സ്ട്രെസ് സോൺ ലേണിംഗ് സോണിലേക്ക് ഷിഫ്റ്റ് ആവും. അതെങ്ങനെയാണെന്നറിയോ? പുതിയ സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ആ പുതിയ സ്ട്രഗിൾസിനെ ഹാൻഡിൽ ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് പഠിക്കും. അപ്പോൾ പുതിയ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ ആ സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിൽ റെഡിയായി. അപ്പോൾ സ്ട്രെസ് സോൺ എന്തായി മാറും? ലേണിംഗ് സോണായി മാറും. ഈ ലേണിംഗ് സോണ് കടന്ന് പതുക്കെ നമ്മളിൽ ഗ്രോത്ത് കാണപ്പെടും. ഇത്രയും ഭാഗത്ത് നമ്മൾക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുക, ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുക. അതിനുശേഷമാണ് ഗ്രോത്തിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗങ്ങൾക്ക് എത്തുന്നത്. നമ്മളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലും തുടക്കത്തിലുള്ള കുറേ ദിവസങ്ങൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഹാബിറ്റ് പിന്നെ നമുക്കൊരു നാച്ചുറൽ ആയിരിക്കും, നമ്മളത് ഓട്ടോമാറ്റിക്കായി ചെയ്യാം. നമുക്ക് ആ ഒരു മുൻപുള്ള ഒരു ഇത് ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സ്റ്റേജിലാണ് പലപ്പോഴും നമ്മളത് ക്വിറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സ്ട്രെസ് സോണിൽ പറഞ്ഞു, സ്ട്രെസ് സോണിൽ നിന്ന് നമുക്ക് അത്രയും ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ബാക്കിലോട്ട് വരും. പക്ഷെ നമ്മൾ കുറച്ച് ആ ഒരു പെർസിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അത് ആ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റീസ്, സോഫ്റ്റ്വെയർസ് നമ്മളിൽ ഡെവലപ്പ് ആവും. അപ്പോൾ നമുക്കത് നാച്ചുറലാവും. പിന്നെ അടുത്തൊരു നാച്ചുറാലിറ്റി വരും. ഈ പുതിയ ചേഞ്ച് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് ഗ്രോത്ത് സോണായിട്ട് അനുഭവപ്പെടും. തീർച്ചയായിട്ടും. നമ്മൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെയാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് എയർ ഹോസ്റ്റസ് പറയും സീറ്റ് ബെൽറ്റ് ഇടൂ, നിങ്ങൾ ചെയറൊക്കെ ശരിയാക്കി വെക്കൂ. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ പൊങ്ങും. നമ്മൾ മേലേക്ക് പൊങ്ങുമ്പോൾ ചിലർക്ക് ആകെ ചെവിയൊക്കെ അടയും, ആകെ വോമിറ്റിംഗ് ഒക്കെ വരും. ആ ഒരു മേലെ എത്തിയിട്ട് ലാൻഡിങ്ങിലെത്തിയിട്ട് പിന്നീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കംഫർട്ടായിരിക്കും. ഈ സീറ്റ് ബെൽറ്റൊക്കെ നിങ്ങൾക്ക് അഴിക്കാം അങ്ങനെ പറയും. മീൻസ് ആ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് പോവുകയാണ് ഈ സാധനം. അവിടെ ഒരു വലിയ കംഫർട്ട് അല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുക. പിന്നെ മേലെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുപോലെ മേലെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ പ്രശ്നമുണ്ട്. സോണ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത്തരം പ്രവൃത്തികൾക്ക് ഇറങ്ങണം. ഇത് ഈസി അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനിയാണ് വലിയ രസം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കംഫർട്ട് സോണ് കഴിഞ്ഞ്, സ്ട്രെസ് സോൺ കഴിഞ്ഞ്, ലേണിംഗ് സോൺ കഴിഞ്ഞ് ഗ്രോത്ത് സോണിലെത്തിയില്ലേ? ഈ ഗ്രോത്ത് സോണിൽ നമ്മൾ കുറച്ചു കാലം ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ഗ്രോത്ത് സോൺ ഇറ്റ്സെൽഫ് ഒരു കംഫർട്ട് സോണായി മാറും. അതിൻ്റെ പുറത്ത് പുതിയ സ്ട്രെസ് സോണും പുതിയ ലേണിംഗ് സോണും പുതിയ ഗ്രോത്ത് സോണും വീണ്ടും വരയ്ക്കണം നമ്മൾ. അതായത് നമ്മൾക്ക് 5 വയസ്സുണ്ടായിരുന്ന സമയത്തെ കംഫർട്ട് സോൺ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇപ്പം നമ്മൾ പുതിയ കംഫർട്ട് സോണിലായിരിക്കില്ലേ? ഇതിങ്ങനെ ഒരു കണ്ടിന്യൂ ജേണിയാണ്, ഇത് തീരുന്നൊന്നുമില്ല. ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം എപ്പോഴും. അപ്പോൾ ഇൻസ്പിരേഷൻ, മുന്നോട്ടുള്ള യാത്ര എന്നുള്ളത് ഓൾവേസ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെ ആയിരിക്കും, ഒരു ഇൻസെക്യൂരിറ്റിയുള്ള കാര്യമായിരിക്കും. പക്ഷേ അത് നമുക്ക് ചെയ്തേ പറ്റൂ. ഒരു കാർ ഏറ്റവും സേഫായിരിക്കുന്നത് കാർ പോർച്ചിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാർ പോർച്ചിലിടാൻ വേണ്ടി ഒരു കാർ വാങ്ങില്ലല്ലോ. അത് റോഡിലിറങ്ങിയാൽ തട്ടും മുട്ടും ഒക്കെ സംഭവിക്കും, ബട്ട് അത് റോഡിലിറക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ കാണണം.
എന്നിട്ട് ഈ യാത്ര മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ ചിന്തിക്കാറുള്ള ഒരു പോയിന്റ് കൂടെ പറയാം. പലരും പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ ഓടുന്നത്, എന്തിനാ ഇത്രയധികം കഷ്ടപ്പാടുകളൊക്കെ ഏറ്റെടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. പല സമയത്തും നമ്മൾക്ക് രാവും പകലൊക്കെ ട്രാവലുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നൊരു, എവിടുന്നോ എനിക്ക് കിട്ടിയതാണ് ഈ വാക്ക് കേട്ടോ. ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഒന്നുകിൽ ഇരുന്ന് തുരുമ്പിച്ച് തീരും, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് തേഞ്ഞു തീരും. എനിക്ക് തേഞ്ഞു തീരുന്നതാണ് ഇഷ്ടം. എന്തായാലും നമ്മൾ തീരാനുള്ളതാണല്ലോ, മരിച്ചു പോകണമല്ലോ. അപ്പോൾ ഇത് എങ്ങനെ തീരണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇത് രണ്ടും എങ്ങനെയാലും തീരും, അപ്പോൾ തേഞ്ഞു തീരട്ടെ എന്ന് ചിന്തിക്കും. അതും ഒരു ചോയ്സാണ്, അത് നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ ഈ നാണക്കേട്, ഞാൻ പരിശ്രമിച്ച് നോക്കിയിട്ട് അങ്ങനെ നടന്നില്ലെങ്കിലുള്ള പരാജയത്തിൽ നിന്നുണ്ടാകുന്ന നാണക്കേട്. അപ്പോൾ ചിന്തിക്കണം, ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടും, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് പരാജയപ്പെട്ടിട്ട് നാണം കെടും, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് വിജയിച്ചിട്ട് അഭിമാനമുണ്ടാകും. അപ്പോൾ എന്തായാലും ഈ ഇരുന്ന് നാണം കെടാൻ ഞാൻ തയ്യാറല്ല. പ്രവർത്തിച്ച് തോറ്റിട്ട് നാണം കെട്ടാലും കുഴപ്പം. അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. അതെ, അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ഉള്ളത് എടുക്കാമല്ലോ. മറ്റൊരു വാക്ക് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു വേർഡാണ്, നമ്മൾ പ്രയത്നിച്ച് അത് നേടാതെ ആകുമ്പോൾ പരാജയപ്പെടുന്നില്ല. പ്രയത്നിച്ചത് നേടാതെ ആകുമ്പോഴല്ല നമ്മൾ പരാജയപ്പെടുന്നത്, പ്രയത്നം നിർത്തിവെക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. സൂക്ഷിക്കേണ്ട ഒരു വേർഡാണത്. നമ്മൾ പരിശ്രമിച്ചിട്ട് അത് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല, നമ്മുടെ ആ അറ്റംപ്റ്റ് ഫ്ലോപ്പായിന്നേ ഉള്ളൂ. നമ്മളൊരു പരാജയമല്ല. നമ്മളൊരു പരാജയം ആവുന്നത് എപ്പോഴാണ്? വീണ്ടും പ്രയത്നിക്കുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ വീണു എന്നുള്ളതൊരു കുഴപ്പമേ അല്ല, വീണ്ടും എണീക്കുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. വീഴ്ചകൾ ഈ പാതയിലുള്ളതാണ്. ഇതിനാണ് ഞാൻ കൊച്ചുകുട്ടിയുടെ ഉദാഹരണം പറഞ്ഞത്. ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റ് നടക്കുമ്പോൾ എത്ര തവണ വീണിട്ടുണ്ടാവും? ഒരു 5 തവണ വീണപ്പോൾ ആ കുട്ടി വിചാരിക്കുകയാണ്, ഇനി ഞാൻ നടക്കില്ല, ഇത് വീഴാൻ എനിക്ക് വയ്യ, ഞാൻ എത്ര തവണ ശ്രമിച്ചിട്ട് എന്താ ഇപ്പം കാര്യം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് നടക്കുമോ? പരാജയത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. അപ്പോൾ എത്ര തവണ വീണു എന്നുള്ളതൊരു ചോദ്യമേ അല്ല, വീണിടത്തുനിന്ന് വീണ്ടും എഴുന്നേറ്റോ എന്നൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ്. അത്രയും മനസ്സിലാക്കിയത്. ഓക്കെ.